എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് ഒരു സിനിമാ ഗാനത്തിൻ്റെ നൊട്ടേഷൻ നോക്കാം. ഇതൊരു എൻ്റെ ഒരു സബ്സ്ക്രൈബർ ആവശ്യപ്പെട്ടിരുന്നതാണിത് 1-2 തവണ. ഇത് 1966 പുറത്തിറങ്ങിയ പകൽക്കിനാവ് എന്ന ചിത്രത്തിൽ ശ്രീ പി ഭാസ്കരൻ മാഷ്ടെ വരികൾക്ക് ശ്രീ BA ചിദംബരനാഥ് സംഗീതം പകർന്ന് ശ്രീമതി S ജാനകി പാടിയ കേശാദിപാദം തൊഴുന്നേൻ എന്ന കൃഷ്ണഭക്തി ഗാനം. ഇതൊരു രാഗമാലികയാണ്. 3 രാഗങ്ങളിലായിട്ടാണ് ഇത് കമ്പോസ് ചെയ്തിരിക്കുന്നത്. ആദ്യം മോഹനമാണ്. മോഹനം 28ാമത്തെ മേളകർത്ത രാഗമായ ഹരികാംബോജിയുടെ ജന്യരാഗമാണ്. മോഹനം ഒരു ഔഡവ രാഗമാണ്. ആരോഹണത്തിലും അവരോഹണത്തിലും 5 സ്വരങ്ങൾ വീതമുണ്ട്. ഞാൻ ഈ ശ്രുതി ചൂസ് ചെയ്തിരിക്കുന്നത് C ഷാർപ്പാണ്. ഈ പാട്ടിൻ്റെ ഒറിജിനൽ ശ്രുതി D ഷാർപ്പാണ്. ജാനകി അമ്മ D ഷാർപ്പിലാണ് ഈ ഗാനം പാടിയിരിക്കുന്നത്. ഷഡ്ജവും പഞ്ചമവും കൂടാതെ ചതുശ്രുതി ഋഷഭം, അന്തരഗാന്ധാരം, ചതുശ്രുതി ദൈവതം എന്നിവയാണ് ഇതിൻ്റെ സ്വരങ്ങളായിട്ട് വരുന്നത്. നമുക്ക് ഇതിൻ്റെ പല്ലവി നോക്കാം. 2 അക്ഷരം തള്ളി വരും. കേശാദിപാദം തൊഴുന്നേ കേശാദി ഗാദവപ്പഗരെ കേശാദി പാദം രേസ തൊഴുന്നേ സസജേ കേശവ സാരിരേ സരിഗഗ കേശവ കേശാദിപാദം തൊഴുന്നേ. രണ്ടാമത് വന്ന കേശാദിപാദം ആദ്യത്തെ പോലെ തന്നെയാണ്. തൊഴുന്നതിന് മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. തോഴും രിഗരി സദ തോഴുന്നേ സാ. അപ്പം ഇത് 2 തവണ റിപ്പീറ്റ് ചെയ്യുന്നു. കേശാദിപാദം തൊഴുന്നേ കേശവ കേശാദിപാദം തൊഴുന്നേ. അടുത്തത് വരുന്നത് പീലിച്ചുരുൾ മുടിയും പീലി ഗരിസ പീലി ചുരുൾ സാസ മുടിയും രീരിപക നീലത്തിരുവുടലും പാപ നീലത്തിരുവുടലും ബാലത്തോടു കുറിയും കുറിയും പീലിച്ചുരുൾ മുടിയും നീലത്തിരുവുടലും ബാലത്തോടു കുറിയും താട് ദസദമ താട് തൊഴുന്നേ തൊഴും പഗരിസ തൊഴും നേ സരിരിരി പീലിച്ചുരുൾ മുടിയും നീലത്തിരുവുടലും ബാലത്തോടു കുറിയും താട് തൊഴുന്നേ കേശാദിപാദം തൊഴുന്നേ. അവിടെ തൊഴുന്നതിന് വ്യത്യാസം വരുന്നത് രിരിക തൊഴുന്നേ. അങ്ങനെയാണ് അവിടെ പാടി നിർത്തുന്നത്. അടുത്തത് മോഹനമാണ്. മകര കുണ്ടലമിട്ട മലർക്കാത തൊഴുന്നേ മകര. അപ്പം അത് വരുന്നത് മകര കുണ്ടലമിട്ട ഗദപപദ മകര ഗദപപദ മകര കുണ്ടലമിട്ട ഗപപപ മലർക്കാത ഗപ മലർക്കാത ദസസ തൊഴും സസരിദ തൊഴുന്നേ ദദസാ സദ തൊഴുന്നേ
വരുന്നത് മകര കുണ്ടലമിട്ട മലർക്കാവ് തൊഴുന്നേ മകര. അപ്പം രണ്ടക്ഷരം തള്ളി മകരകുണ്ടല തുടങ്ങിയിട്ട് ആ താളവട്ടം കംപ്ലീറ്റ് ആയിട്ട് അടുത്ത താളവട്ടത്തിൽ തേർഡ് ഫിംഗർ ജസ്റ്റ് കഴിഞ്ഞ ഉടൻ ഹമ്മിങ് സ്റ്റാർട്ട് ചെയ്യും. മകര കുണ്ടലമിട്ട മലർക്കാവ് തൊഴുന്നേ മകര കുണ്ടലമിട്ട മലർക്കാവ് തൊഴുന്നേ. അവിടെ അപ്പം നീട്ടി നിർത്തും. സെക്കൻഡ് ടൈം പാടുമ്പോൾ ദൈവത്തിലേക്ക് വളഞ്ഞു വരാതെ നീട്ടി നിർത്തും. കുടില കുന്തളം പാറും കുടില ദസ സസ ദസ ദസ സസ കുടില കുന്തളം ദസ സസ സസ പാറും ദസ ദവ കുളിർനെറ്റി ഗപ പപ തൊഴുന്നേ ദദ കുടില കുന്തളം പാറും കുളിർനെറ്റി തൊഴുന്നേ കരുണ തൻ കടലായ രി 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 സരി രി രി കടമിഴി ദസരിക തൊഴുന്നേ ദസരിക തൊ കടമിഴി തൊഴു 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 ദസ തൊഴുന്നേ കരുണ തൻ കടലായ കടമിഴി തൊഴുന്നേ അരുണ കിരണമണി അരുണ സരിസദ സരിസദ അരുണ സരിസ അരുണ സദ കിരണ ദദ ദസ പപ കിരണ മണി ദദ ദസ ദപ ദസ പപ കിരണ മണി മുഖ പദ്മം പദപ ഗ പദപ രേ ഗ മുഖ പദ്മം പദപ രേ ഗ മുഖ പദ്മം തൊഴുന്നേ പാപ അരുണ കിരണമണി മുഖപദ്മം തൊഴുന്നേ കേശാദിപാദം തൊഴുന്നേ. ആദ്യത്തെ പോർഷൻ കഴിഞ്ഞ് നിർത്തിയതുപോലെ തന്നെ അവിടെ നിർത്തും. അടുത്ത രാഗം വരുന്നത് സാരംഗയാണ്. സാരംഗ 65ാമത്തെ മേളകർത്ത രാഗമായ മേജ കല്യാണിയുടെ ജതിരാഗമാണ്. കല്യാണി ഒരു പ്രതിമധ്യമ രാഗമാണ്. പക്ഷേ സാരംഗയിൽ അന്യസ്വരമായ ശുദ്ധമധ്യമം കൂടി വരുന്നുണ്ട്. അതുകൊണ്ട് സാരംഗ ഒരു ഭാഷാംഗ രാഗമാണ്. ആരോഹണവും അവരോഹണവും വക്രമായിട്ട് വരുന്ന ഒരു രാഗമാണ് സാരംഗ. സരി സ പ മ പ ധ നി സ സാ നി ധ പ മ രെ ഗ മ രെ സ. അവരോഹണത്തിൽ രണ്ടാമത് വരുന്ന മധ്യമം ശുദ്ധ മധ്യമമാണ്. സാ നി ധ പ മ പ്രതിമധ്യമം രെ ഗ മ ശുദ്ധ മധ്യമം രെ സ. കളവേണു വഴിയുന്ന സസരി സ പാപ പാപ കരതലം തൊഴുന്നേ കരതലം മപദ പമലവ തൊഴുന്നേ പമലമാമ. കളവേണു വഴിയുന്ന കരത
മധ്യമമാണ്. രിഗമരി കളകണ്ഠം തൊഴുന്നേ ഗരിരീസ കളവേണു വടിയുന്ന കരതലം തൊഴുന്നേ കൗസ്തുഭം തിളങ്ങുന്ന കളകണ്ഠം തൊഴുന്നേ വനമാല മയങ്ങുന്ന വനമാല നീനി നീനി മയങ്ങുന്ന നിദനിരസ നിദനിരസ മയങ്ങുന്ന നിദപ്പ നിദനുവ മയങ്ങുന്ന വനമാല മയങ്ങുന്ന മണിമാര തൊഴുന്നേ മണിമാര മഗധനിസ നിസ മഗധനിസ നിസ മഗധനിസ നിസ മണിമാര തൊഴുന്നേ കനക കങ്കണമിട്ട കനക നിസരി കങ്കണ നിരിസ സനിത കങ്കണ മിട്ട പമ പമരേ മേ പമ ട പമരേ കനക കങ്കണ മിട്ട കൈതണ്ട തൊഴുന്നേ കൈതണ്ട രിഗമരി. അവിടെയും രിഗമരി എന്ന് വരുന്ന ആ പ്രയോഗത്തിൽ ശുദ്ധമധ്യമമാണ് വരുന്നത്. കൈതണ്ട രിഗമരി രസ കൈതണ്ട തൊഴുന്നേ വനമാല മയങ്ങുന്ന മണിമാര തൊഴുന്നേ കനക കങ്കണമിട്ട കൈതണ്ട തൊഴുന്നേ കേശാദിപാദം തൊഴുന്നേ. എല്ലായിടും നിർത്തുന്നത് ആ രീതിക്കാണ്. രിരിഗ. അടുത്ത രാഗം വരുന്നത് ശ്രീരാഗമാണ്. ശ്രീരാഗം 22ാമത്തെ മേളകർത്ത രാഗമായ ഖരഹരപ്രിയയുടെ ജന്യരാഗമാണ്. ശ്രീരാഗം ഒരു ഔഡവ വക്രസമ്പൂർണ്ണ രാഗമാണ്. അതായത് ആരോഹണ ഔഡവ അവരോഹണ വക്രസമ്പൂർണ്ണം. അതായത് ആരോഹണത്തിൽ 5 സ്വരങ്ങളും അവരോഹണത്തിൽ വക്രമായിട്ടും സമ്പൂർണമായിട്ടും വരുന്ന രാഗമാണ്. അരയിലെ മഞ്ഞ പട്ടുടയാട തൊഴുന്നേ അരയിലെ നിസതിരി മഞ്ഞ റിമരേ റിമരേ രേ മഞ്ഞ പട്ടുടയാട റിരി ടുടയാട റിമവാപവ തൊഴുന്നേ റിരി റിരിമരേ തൊഴുന്നേ ഗരിസരീസ അരയിലെ മഞ്ഞ പട്ടുടയാട തൊഴുന്നേ അണിമുത്തു കീലുങ്ങുന്നൊരഞ്ഞാണം തൊഴുന്നേ അണിമുത്തു നിസരിസ കീലുങ്ങുന്നു സനിരി സനിവാപഞ്ഞാണം അണിമുത്തു കീലുങ്ങുന്നൊരഞ്ഞാ പനിസാരഞ്ഞാണം രിസ തൊഴുന്നേ രി പമരേ റിസ അരയിലെ മഞ്ഞ പട്ടുടയാട തൊഴുന്നേ അണിമുത്തു കീലുങ്ങുന്നൊരഞ്ഞാണം തൊഴുന്നേ കനകച്ചിലങ്ക തുള്ളും റിമ 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 പാപ പാപ കനകച്ചിലങ്ക തുള്ളും കാൽ കാൽ തളിർ മപാപ
അത് ശ്രീരാഗത്തിൻ്റെ വിശേഷ പ്രയോഗമാണ്. സനി പദ നി പ മ രെ ഗ രി സ അടിമുടി പദ നി പ മ തൊഴുന്നേൻ തൊഴുന്നേൻ കരിമുകിൽ വന്ദനെ അടിമുടി അടിമുടി തൊഴുന്നേൻ നേ ഗരി സരി സ കരിമുകിൽ വന്ദനെ അടിമുടി തൊഴുന്നേൻ കേശാദിപാദം തൊഴുന്നേൻ രിരിക കേശവ കേശാദിപാദം തൊഴുന്നേൻ സസരേ കേശവ കേശാദിപാദം തൊഴുന്നേൻ രിരി സദസ തൊഴുന്നേൻ. ഇത്രയുമാണ് ഈ ഗാനത്തിൻ്റെ നൊട്ടേഷൻ വരുന്നത്. എല്ലാവർക്കും പഠിക്കണമെന്നുള്ളവർക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ വളരെ വിശദമായി നൊട്ടേഷൻ പറഞ്ഞു എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഇത് പ്രയോജനപ്പെടട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത ഒരു വീഡിയോയിൽ മറ്റൊരു ഗാനവുമായിട്ട് കാണാം. താങ്ക് യു.